അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എന്തൊക്കെ തന്നെയായാലും ഷെറീനെ ചുറ്റിപ്പറ്റി പുത്തൻ വീട് തറവാട്ടിലെത്തി. നേരെ അതാ സമീറയുടെ റൂമിലേക്ക്. ഐഷുമ്മാക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഓളെ കുറേ കടുപ്പം കാട്ടിയ നാത്തൂന്മാരാണ്. റായിലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഓളിപ്പോൾ നല്ല മട്ടത്തിന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവളെ സ്ഥിതി എന്താണെന്നാവും. അതിപ്പോൾ ജമീലാനോട് തെറ്റിപ്പോയതാണ്. ജമീലാനോടും മാപ്പിളിനോടും കുട്ടികളോടൊക്കെ തെറ്റിപ്പോയി അവിടെ പോയി നിൽക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റൂല മക്കളെ. ഇജാതി ഐറ്റംസുകളാഹു എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഐഷുമ്മാക്ക് തെല്ല് ഭയമുണ്ട്. എന്നാലും പുറത്ത് കാണിച്ചില്ല. അവിടച്ചവനെ കാക്ക്. എന്നാൽ ഈ സമയം അതാ സമീറയുടെ റൂമിലേക്ക് അതാ അവൾ കയറുന്നു. സമീറ, ആരത്? ഷെറീനെത്തിയോ? ഇരിക്കിത്താ. ഇരിക്കൊന്നും വേണ്ട. ഏതായാലും ഇമ്മട്ടൊക്കെ ആയല്ലേ ഏജ്. തരക്കടില്ല. കുട്ടികൾ നല്ല നല്ല വെളുത്ത് തുടുത്ത കുട്ടികളും നല്ലോ തടിയുണ്ടല്ലേ. നല്ല തടി നറും വലുപ്പമുള്ള കുട്ടികൾ. അല്ല സമീറ, ഈ കുട്ടികൾ ഇപ്പോൾ ആരെ ചേലാ? എൻ്റെ ചേലല്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ചേലേക്കാരല്ലേ? അതോ ഇനിയിപ്പോൾ വേറെ? ഇത്ത, നിങ്ങളെന്താ പറയുന്നത്? ഇരിക്കി. ഞാൻ ഇരുന്നോളാം. ഇരിക്കൊന്നും വേണ്ട. ഏതായാലും കാണാൻ തന്നെ. ഞാൻ കുട്ടികളൊന്നും എടുക്കട്ടെ? അല്ലേ, ചോദിച്ചാൽ എടുക്കാൻ പറ്റൂലല്ലോ. അല്ല സമീറ, ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചട്ടെ. ഇജ് മച്ചിയായിരുന്നല്ലോ, പിന്നെ ഇപ്പം എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന്? ഞാൻ അറിയായിട്ട് ചോദിക്കാണ്. എന്തപ്പോൾ ഇങ്ങനൊക്കെ? അതല്ല, നിങ്ങൾ മരുന്ന് എന്തെങ്കിലും കുടിച്ചീനാ അതോ വേറെ വല്ലതും? ഇല്ല, മരുന്നൊന്നും കുടിച്ചിട്ടില്ല. ഒക്കെ പഠിച്ച റബ്ബന്നെ പെട്ടെന്ന് തന്നെ ആയും ചെയ്തിക്കണ്. ഓ അങ്ങനെ. അപ്പം ഇജ്ജ് എൻ്റെ മനസ്സിലുണ്ടാവും ഇപ്പം എൻ്റെ ആങ്ങളെ നാസറാണ് കഴിവ് കെട്ടവനെന്നല്ലേ? അല്ലേ? അതല്ലേ ഇജ്ജ് പറയാൻ നിൽക്കണത്? ഇല്ലത്താ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇജ്ജ് എല്ലാവരോടും വരുന്നവരോടൊക്കെ അത് പറയിക്കാരം. മച്ചി എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. എന്നെ വേറൊരു ഉസ്താദ് കെട്ടിയപ്പോഴത്തെ എനിക്ക് ഗർഭിണി ആവുകയും ചെയ്തു. അപ്പോൾ ആ നാസർ എൻ്റെ ആദ്യത്തെ ഭർത്താവാണ്. ഒന്നിനും കുട്ടികളുണ്ടാകാത്ത മനുഷ്യൻ, കഴിവ് കെട്ടവൻ. അതായിരിക്കും. അല്ലാതെ ഇല്ലത്താ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ സമീറ ഇജ്ജ് പറയാതിരിക്കൂരല്ലേ ഇജ്ജ്? കാരണം എല്ലാവർക്കും അറിയിച്ച് മച്ചിയേനും എന്നുള്ളത്. എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ തന്നെ? എൻ്റെ മാപ്പളിൻ്റെ കുഴപ്പമേനൊന്ന്. എന്നാലും എൻ്റെ സമീറ, ഞാൻ എന്നോട് പറയണം. എനിക്ക് കിട്ടിയതൊക്കെ വലിയ ഭാഗ്യം തന്നെ. ഇജ്ജിപ്പോൾ ഇവിടെ സുഖത്തിൽ കയ്യാണ്. പുത്തൻ വീട്ടിലത്തെ മരുമകളെ സ്ഥാനത്താണ് ഇപ്പോൾ ഇജ്ജുള്ളത്. അല്ല, മോളെ സ്ഥാനത്ത്. അന്നെ എങ്ങനെയാണ് നോക്കണത്? എന്തൊരു സുഖമല്ലേ എനിക്ക്. തരക്കടില്ല. എൻ്റെ പുത്തൻ വീട് തറവാട്ടത്തെ സുഖവാസം ഈ ആയതുകൊണ്ട്. ഏതായാലും തടിച്ചു കഴിയാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയല്ലോ, അതന്നെ വലിയ ഭാഗ്യം. സമീർ എന്നാൽ ഒന്നും മിണ്ടാതെ നിന്നു. ഇത്ത, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എടി, ഇജിൻ്റെ ആങ്ങളെ ചതിച്ച് അവിടെ നിന്ന് ചാടിയതല്ലടി. സത്യം പറഞ്ഞോ? സത്യം പറയടി. ഇജ് ആ ഉസ്താദിനെ കണ്ട് പ്രേമിച്ചോ അവൻ്റെ പൈത്തനെ പോയതല്ലേ? സത്യം പറയണം. സത്യം മാത്രം ഇജിന്നോട് പറഞ്ഞാൽ മതി. അല്ലേ? അല്ലേ, ഈ പറയ്. എനിക്ക് അവിടുന്ന് ഒറ്റക്ക് ഇങ്ങോട്ട് ചാടിപ്പോരലും എന്തൊക്കെയായിരുന്നു? ഇത്ത, എന്നോട് പറഞ്ഞതല്ലേ നേരം വെളുക്കുമ്പോഴത്തേനും ഇവിടുന്ന് പോകണമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇറങ്ങിപ്പോന്നത് ഈ ജാന കള്ളത്തിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ടറിയാം. ഈ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അല്ലേ? അങ്ങനെ ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ എന്തായി? എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം കേട്ടോ. അതായത് ഇജും ആ ഉസ്താവും തമ്മിൽ നല്ല പ്രേമല്ലേനടി? അല്ലേനോ? അത് ഈ പറയ്. ഇജ് ആ സുബീക്ക് ഇറങ്ങണ നേരത്ത് ഉസ്താദ് തന്നെ പലവട്ടം കണ്ടതൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞിക്കണ സംഭവം. ഇത്ത, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ ഇജ് കരയണ്ട, മോങ്ങണ്ട. സത്യം പറയും. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഉണ്ടായിക്കണില്ലേ? അത് പറയിജ്. ഉണ്ടായിക്കണോ ഇല്ലേ? പിന്നല്ല നിങ്ങൾ കല്യാണം കഴിച്ചത് ഒക്കെ അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ നാണക്കേട് അറിയിക്കാൻ ഇതൊക്കെ വേണ്ടിയിട്ട് വേയാണ്ട് കെട്ടി അല്ലേ? അതാണിപ്പോൾ ഉണ്ടായത്, വേറൊന്നുമല്ല. അയ്യേ, എൻ്റെ എന്താ ഓളിങ്ങോട്ട് സുഖിക്കുകയാണത്. എന്താന്നില്ലേ? ഇത്ത, നിങ്ങൾ പഠിച്ചോന്ന് വിചാരിച്ച് വേണ്ടാത്തൊന്നും പറയില്ലേ? എൻ്റെ 2 മക്കളാണ് സത്യം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നല്ല മാനമര്യാദയിൽ റാഹത്തായിട്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് തന്നെ ഞാൻ ഗർഭിണിയായത്. ഓളൊരു മുതലക്കണ്ണീര്. ഇജ് വല്ലാതെ വിളവെടുക്കണ്ട. ജാന വിളവത്തിയാണ്. അങ്ങനെയൊക്കെ പലതും നടന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം എൻ്റെ ഒരു ക്ലാസ്സിന് പോക്കും ഉസ്താദിനെ പ്രേമിക്കലും എല്ലാം കൂടി ആയിട്ടാണ് ഇജിപ്പോൾ ഈ നിലക്കെത്തിയത്. ഇപ്പം എനിക്ക് 2 ഇരട്ട കുട്ടികളും.
എന്താ എൻ്റെ സുഖമല്ലേ? നാട്ടുകാരോട് ഇത് വിളിച്ച് പറയാൻ വേണ്ടത്. നാട്ടുകാർക്കൊക്കെ ഉസ്താദ് എന്ന് വെച്ചാൽ വലിയ ജീവനാണ്. മൂപ്പരെ ക്ലാസ്സും ഇതും കൂടെ കേട്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. എന്താണ് ഉസ്താദിൻ്റെ ക്ലാസ്സിന് പോലുണ്ടോ? എല്ലാവരും എന്നെ ചോദിക്കൽ. ഉസ്താദിൻ്റെ ക്ലാസ് ഇട്ടുള്ളൂ. ഉസ്താദ് ഇത്ര വലിയ തേഞ്ഞ ആളായിരിച്ചിക്കാണ്. ഒരിക്കലും അല്ല, ഉസ്താദ് എന്നെ പ്രേമിച്ചാണടി. എനിക്ക് നന്നായിട്ട് നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാക്കണം കല്യാണത്തിന് മുമ്പ് തന്നെ. എന്നിട്ട് ഗർഭിണി അതിൻ്റെ ശേഷം നിങ്ങൾ കല്യാണം കഴിച്ചത് അല്ലേ? ഈ പറയും ഇത്താ, നിങ്ങൾ പഠിച്ചോന്ന് വിചാരിച്ച് വേണ്ടാത്തൊന്നും പറയല്ലേ. ഞാൻ പറയും. എനിക്കിപ്പോൾ എന്താ ഏടി ഇങ്ങോട്ട് സുഖിക്കണ് കണ്ടിട്ട്. എന്താ എന്നാൽ ശരിക്കും സമീറ ആകെ ടെൻഷനായിപ്പോയി. റബ്ബേ, എന്താ റബ്ബേ ഇങ്ങനെ? ഇത്താ, നിങ്ങൾ ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചോ വെള്ളം കുടിച്ചോ എന്ന് ഇജ്ജ് നോക്കേണ്ട ആവശ്യമില്ല. ഇജ്ജ് ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയേനു. ഇപ്പം ഇജ്ജിങ്ങനെ നല്ല രീതിയിൽ പെറ്റെടുക്കണ കാര്യമാക്കണ്ട. അല്ല പിന്നെ ഇവിടെ ചായ കുടിച്ചോ? ഇത്താ, സത്യമായിട്ടും. എന്നാൽ അത് ആയുഷുമ്മക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ മോളെ സമീറ, മോളെ എന്നടി ഈ ഓർലിക്സും മുട്ടയും തിന്നോളി. 2 കോഴിമുട്ട, നാടൻ മുട്ട ഞാൻ കൊണ്ടുവച്ചതാണ്, കിട്ടാനില്ലേനോ. നാടൻ മുട്ട ഇപ്പോൾ കിട്ടാൻ വലിയ പഞ്ചാണ്. അപ്പോൾ 20 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 20 അല്ല 25 അല്ല 50 ആയാലും വേണ്ടിയില്ല. നാടൻ മുട്ടക്ക് നാടൻ മുട്ട തന്നെ വേണമെന്ന് പറഞ്ഞു. റുക്കി എവിടുന്നോ ഇത് കൊടുന്നതാണ്. ഏതായാലും ഒരു 8-10 ഇപ്പോൾ കിട്ടിയിക്കണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മറ്റേത് നമ്മൾ സാധാ കോഴിൻ്റെ മുട്ടനേക്കാളും ഏറ്റവും നല്ലത് നാടൻ കോഴിൻ്റെ മുട്ടല്ലേ വിചാരിച്ച് കണ്ടേ ഞാൻ കൊണ്ടുവച്ചതേനു. ഏതൊക്കെ തന്നെയായാലും കിട്ടിയല്ലോ. എന്നാ 2 പുഴുങ്ങിക്കണം. ഇതാണ് കുടിച്ചാളാ. ചൂടോട് കൂടി ഓർലിക്സും നല്ല പാലിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ പൊടി. അത്ര നല്ലതൊന്നല്ല, കൊണുള്ളതൊന്നല്ല. എന്നാലും ഇപ്പോൾ അതൊന്നാണ്ട് കുടിച്ചാളാം. എന്നാ സമീറ കുടിച്ചാളിമാരുട്ടി. ശരിക്കും അതാ ആയുഷമ്മയുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ ഷെറീനക്ക് കലിയാണ് കയറി വരുന്നത്. ആയിഷമ്മ ഏതായാലും ഓൾക്ക് തിരക്കേടില്ല. മുട്ടയും പഴവും തിന്നിട്ടും ഓർലിക്സ് കുടിച്ചിട്ടും നാടൻ മുട്ട തിന്നിട്ടും കാടമുട്ട തിന്നിട്ടും എല്ലാം കൂടി. അല്ലെങ്കിലും ഓളും രക്ഷപ്പെട്ടു. അല്ല ഇപ്പം എന്ത് പറയാനാ? അല്ല എന്ത് ഷെറീന ജി പറയണത്? എൻ്റെ മോളെപ്പോലെയാണ് ഞാൻ ഓളെ നോക്കണത്. അപ്പം പിന്നെ ഓൾക്ക് കൊടുക്കണ്ടേ? ഇനി മക്കളായാലും മരുക്കളായാലും ഞാൻ വേറൊരു കണ്ണുകൊണ്ട് കാണൂല ആരെയും. എനിക്ക് എൻ്റെ മക്കളും മരുക്കളും ഒരുപോലെയാണ്. എനിക്കിനിപ്പോൾ ആരായാലും ഇപ്പം എൻ്റെ സാജിൻ്റെ മോളാണ്. ഓളിങ്ങോട്ട് വരുന്നില്ല, അവളെ നോക്കാനും കഴിയണില്ല. എപ്പോഴെങ്കിലൊക്കെ വന്ന് പോകും. അതുകൊണ്ട് ഓളെ നോക്കാൻ എനിക്ക് കഴിയൂല. ഇവിടെ വന്ന് നിൽക്കണവൾക്ക് നല്ല വട്ടത്തിന് തിന്നും കുടിച്ചും നല്ല ജയിൽക്ക് ഇവിടെ നിൽക്കുക. ഇപ്പോൾ റായിലത് ഇവിടെ നിൽക്കണവൾക്ക് ഒരു കുഴപ്പം പരാതിയില്ല. എൻ്റെ സെമി ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഓൾ എന്തെങ്കിലും ജോലി തരുമോ അമ്മ എന്ന് വെച്ചാൽ വന്നത്. ഏതായാലും മക്കളെ പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെയാണ് ശരിയായി. അപ്പം പിന്നെ വേണ്ട് ഒക്കെ ഉണ്ട്, റാഹത്തായി, കുട്ടികളും ഉണ്ടായി അൽഹംദുലില്ലാ. എന്നാൽ ഷെറീനയുടെ മുഖം വല്ലാതെയായി. അതൊക്കെ ഇവിടെ അറിയാം, കുട്ടികളുണ്ടായതും ഉണ്ടാകാത്തതും ഒക്കെ. എന്താ ഷെറീന ജി പറയണത്? അല്ലേ ഞാൻ പറയാന്ന് മാത്രം, ഓരോരുത്തരും ഒരു ഭാഗ്യേ. മോളെ തിന്നോ, ഭക്ഷണം കഴിച്ചോ? കോഴിമുട്ടയും ചായ ചൂടാറുമ്പോഴത്തേനും കുടിച്ചാളേ. ഞാൻ ഉലുവാക്കഞ്ഞി കുറച്ച് തേങ്ങാപ്പാൽ പിയ്യട്ടെ. ഉലുവാക്കഞ്ഞിയിലേ ഓൾക്ക് വല്ലാതെ അങ്ങോട്ട് തേങ്ങ ചിരണ്ടി ഇടുന്ന ഓൾക്ക് വല്ലാതെ പറ്റണില്ല. തേങ്ങ ചിരണ്ടി ഇടുമ്പോൾ ഓൾ പറയണേ അമ്മ തേങ്ങ അങ്ങനെ കടിച്ചിട്ട് എനിക്ക് കഴിയണില്ല അമ്മ. ഇപ്പം ഞാൻ പറഞ്ഞു, റുക്യാനോട് പറഞ്ഞു ഇജ്ജ് തേങ്ങാപ്പാൽ എടുത്തുകാണ്ട് പിഴിഞ്ഞ് കൊടുത്താളാ. കുറച്ച് ഒരു പോങ്ങ ഉലുവയും ഒരു പോങ്ങ അരി ഇട്ട് കണ്ട് വേവിച്ച് കണ്ടേ തേങ്ങാപ്പാൽ വെച്ചാൽ. ചിലയിടത്തൊക്കെ ശർക്കര വെച്ച് കണ്ട് കുടിച്ചു. ചിലവർക്കാണെങ്കിൽ ശർക്കര പറ്റൂല. ശർക്കര വെച്ചാൽ ഏറെ രസമൊക്കെ തന്നെയാണ് കുടിച്ചുണോൽക്ക്. അതിനിപ്പോൾ ഓൾക്ക് അതൊന്നും വേണ്ട. ഓൾക്ക് അച്ചേൽക്ക് തേങ്ങാപ്പാൽ വെച്ച തന്നെ മതി ഉലുവാക്കഞ്ഞി. ആയിക്കോട്ടെ നല്ല മോളെ തിന്നട്ടാ, നല്ലോണം കുടിച്ചോളി. അത് ഞാൻ ഇപ്പോൾ കൊടുന്നേരാം, ഇപ്പോൾ ഇത് തിന്നൂട്. ശരിക്കും അത് ആയുഷമ്മ അവൾ തീറ്റിക്കുന്നേ കണ്ട് ഷെറീനക്ക് ദേഷ്യമാണ് വന്നത്. ഷെറീന അനക്ക് അവിടെ ചായ ഒക്കെ എടുത്ത് വെച്ചേക്കണല്ലേ, ഡേജ് കുടിച്ചിട്ടില്ലേനാ? ഞാൻ കുടിച്ചു, കുറച്ചൊന്നും കുടിച്ചേ. അവിടെ അതാ ന്യൂസ് എന്തൊക്കെയാണ് പൊരി എന്തൊക്കെയാണ് ഉണ്ടാക്കണമൊക്കെ തിന്നാൻ. ഇനിയിപ്പോൾ ഇവൾക്ക് പെറ്റെടുക്കണവൾക്ക് ഇപ്പോൾ അത് കൊടുക്കണ്ടല്ലോ. ഓൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നല്ലത്. പിന്നെ ഇനിയിപ്പോൾ ലേഹം വരകിയേക്കണം, അതൊന്ന് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഏതായാലും കുട്ടികളൊക്കെ ഒന്നിങ്ങോട്ട് തടിച്ച് ഉഷാറാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഇപ്പോൾ ആരാണ് കിട്ടണ്ടേ? എന്നാൽ സമീറ കൂടുതൽ സുന്ദരിയായിരുന്നു. എന്താണെന്നറിയില്ല, അവളുടെ മുഖത്തിന് വല്ലാത്തൊരു ഗ്ലോ. ശരിക്കും ഷെറീൻ അത് കണ്ട് അസൂയപ്പെട്ടു. എന്താ ഓളെ മുഖത്തിൻ്റെ ഒരു തെളിച്ചം. ഒക്കെ ഇവിടെ നിന്നിങ്ങനെ ഔത്തുനിന്ന് തിന്നല്ലേ, തിന്ന് തള്ളാണ് തീറ്റിക്കാനായിട്ട് നിൽക്കുക. വല്ലാത്തൊരു എനിക്കുണ്ടല്ലോ ഒരു അമ്മായിമ്മ, ആ ജമീലത്തള്ള. ജമീലത്തള്ള പിന്നെ ഒരു മുറുക്ക് എനിക്ക് തരൂല. ഓരോന്ന് വിചാരിക്കുന്നു. എന്താ ഷെറീന ഇജ്ജിങ്ങനെ ആലോചിച്ചിരിക്കണത്? അന്യ ഇതേപോലെ നോക്കീനല്ല എൻ്റെ രണ്ടാമത്തെ. ഇജ്ജ് മൂത്തീനിപ്പോൾ അങ്ങോട്ട് പോയി, രണ്ടാമത്തീനിപ്പോൾ ഇവിടെ തന്നെ അല്ലേ. അന്നിപ്പോൾ ജമീല കുറേ നോക്കിയില്ലേന്, അത് ആലോചിച്ചാണോ? ശരിക്കും അത് ഷെറീനെ ആലോചിക്കുന്നത് കണ്ട് ആയുഷമ്മ ചോദിച്ചു. പഠിച്ചോനെ ഞാൻ ആലോചിച്ചപ്പോൾ അതിന് മനസ്സിക്ക് വന്നു,
ആ ഞാൻ അങ്ങനെ ഒന്നല്ലേ. എന്നാൽ പിന്നെ ഇത് ചായ കുടിച്ച് അങ്ങോട്ട് പോരുതാ. എന്തൊക്കെ ന്യൂസ് എന്തൊക്കെ പയമ്പൂര് എന്തൊക്കെ അവിടെ ഉണ്ടാക്കണം, അങ്ങോട്ട് പോര് ചായ കുടിച്ചാൻ. എന്നാൽ അതാ സമീറയുടെ റൂമിൽ നിന്ന് അവൾ മാറുന്നേ ഇല്ല. ഉമ്മ അപ്പോഴേക്കും കുറച്ച് ലേഹം വിരകിയതും എടുത്തു. എന്നാ ഷെറീന, ഇത് കുറച്ച് തിന്നോക്കാം. ഇത് ഞാൻ വിരകിയത് ഇന്നലെ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. എൻ്റെ അമ്മക്ക് ഞാൻ ഒരു ഉപ്പി കൊടുത്തീനു. ഇനിയിപ്പോൾ എന്തേക്കണെന്നാവോ. ഈത്തപ്പഴമല്ല, നല്ല സാധനം. ഈത്തപ്പഴവും ബദാമും തേങ്ങാപ്പാലും നല്ല നെയ്യും ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്, നല്ലതാണ്. ഒരു പാത്രത്തിൽ അതാ ഷെറീനക്ക് മരുന്ന് വിരകിയത് എടുത്തു കൊടുക്കുന്നു. അവളത് കഴിക്കുന്നു. നല്ല രസമുണ്ടല്ലോ ഇപ്പോൾ ഇത്. ഇതൊക്കെ ആ പെണ്ണ് തടിച്ച് തിന്നുകാണ്ട് എന്തായി തീരുന്നാവോ. ഏതായാലും തിരക്കേടില്ല. എങ്ങനെ ഉണ്ടടി? നല്ല രസമുണ്ട്. ഇത് ആരുണ്ടാക്കി? ഉണ്ടാക്കാം അപ്പം എല്ലാവരും കൂടെ ഉണ്ടാക്കിക്കുന്നേനു. റുക്കിയുണ്ട്, റുക്കിയാത്തി, ഞാനും പിന്നെ ഇവിടുത്തെ മിസ്സിരിയും മറ്റുള്ള എല്ലാവരും കൂടെ ഉണ്ട് കൂട്ടിക്കാണ്ട് ഇളക്കി. എന്തൊക്കെ തന്നെയായാലും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വലിയ മരുന്ന് ഞാൻ പൂക്കുല വെട്ടിച്ചാൽ പറഞ്ഞത്. ഇതിപ്പോൾ തേങ്ങയുടെ ആളെ കിട്ടുന്നില്ല. തേങ്ങയൊക്കെ മരത്തുമ്പോൾ പൂക്കുലൊക്കെ ഉണ്ട് നല്ലോണം. തേങ്ങ ഒരു 2-3 എണ്ണമെങ്കിൽ 2-3 പൂക്കുലെങ്കിലും എടുത്തുകൊണ്ട് വരികയല്ല, എല്ലാവർക്കും ഒന്ന് എത്തിച്ചും വേണ്ടേ. അപ്പോൾ ഇത് എന്താ എടി ഇവൾക്ക് കുറച്ച് പയമ്പൂരി എടുത്തെടുത്താൽ. ഇതാ ചായയും പയമ്പൂരിയൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഞാൻ സമീറത്തിയോട് സംസാരിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണിത്. അപ്പോഴേക്കും നുസൈബ ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു. ഇതാ കുടിച്ചോളി, പള്ള നിറച്ച് കുടിച്ചോളി. അങ്ങനെ ഇതാ അവർ കഴിക്കുന്നു. എന്നാൽ ഷെറീനയുടെ മനസ്സ് മുഴുവൻ ദേഷ്യമായിരുന്നു. അന്ന് ആ കട്ടുണ്ടായ പൊന്നും ഒരു കാര്യത്തിൽ പെട്ടിയില്ല. ഏതായാലും ആ വലിയ ചെയിനെങ്കിലും അപ്പം എടുത്തതുകൊണ്ട് അതെങ്കിലും കിട്ടി. പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടു ഷമ്മാസ് അത് വിലക്കും വാങ്ങി. ഏതായാലും കൗത്തിലുള്ളത് അവിടെ ഉണ്ട്. അങ്ങനെ അതാ ഷെറീന ഓരോന്ന് ആലോചിക്കും. ഇനിയിപ്പോൾ എത്രങ്ങാനുണ്ടാവും ഈ പുത്തൻ വീട് തറവാടിൻ്റെ ഉള്ളിൽ പൊന്നും പണ്ടും ഇതൊക്കെ ആയിട്ട്. പക്ഷേ റായിലാനെ പറ്റൂല. റായില പെരും പൊട്ടത്തിയാണ്. പെണ്ണിന് ഒന്നിനും പറ്റൂല. പെണ്ണൊരു ജാതൊരു സാധനമാണ് ആ റാഹില എന്ന് പറഞ്ഞൊരുത്തി. റാഹിലാക്ക് ഇവിടെ എത്തിക്കിട്ടിയാൽ പിന്നെ അവളെ സ്വഭാവമൊക്കെ മറിഞ്ഞോട് കൂടെ ഒന്നും മുണ്ടണില്ല. അങ്ങനെ അത് വയറ് നിറച്ച് ചായ എല്ലാം കുടിച്ചു. നേരെ അടുക്കളയിലേക്ക് നോക്കി. എന്നാൽ ഷെറീനയെ കണ്ടപ്പോൾ റാഹില മാറി. റാഹില ഇവിടെ എന്നാ? എന്ത് താത്ത? എടി എനിക്ക് ഉളുപ്പുണ്ടാ ഇവിടെ ഇങ്ങനെ എച്ചിലും കഴുകി നിൽക്കാൻ? ഞാനെന്താ ഇവിടുത്തെ ജോലി ചെയ്യല്ലേ? ഞാൻ ജോലി ചെയ്യണേ, വേറൊന്നും ചെയ്യല്ല. ഞാൻ ജോലി ചെയ്തിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കണത്. ഇവിടുത്തെ ജോലിയും ചെയ്ത് ഞങ്ങൾ ജീവിച്ചോട്. പിന്നെന്താ, അധ്വാനിച്ച് ജീവിക്കല്ലേ? എനിക്കിത് കണ്ടില്ലേ, പൈസയൊക്കെ തരുന്നുണ്ട്. ദിവസം തന്നെ കൂലി തരും. പോരാത്തിന് ഇടയ്ക്കിടയ്ക്ക് അതും തരും. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജോലിയൊന്നും അധികം ഇല്ല. എല്ലാവരും കൂടി ന്യൂസ് തന്നെ മതി ഇവിടുത്തെ എല്ലാ ജോലി എടുക്കാൻ. ഞാനും ഉള്ളപ്പോൾ ഇങ്ങനെ കൂടി കൊടുക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. തിരക്കടില്ല. ഏതായാലും പിന്നെ സമീറ എന്ന് വിചാരിച്ച് കണ്ടി തലയിൽ വെക്കൊന്നും വേണ്ട. അത്ര വലിയ മുതലൊന്നല്ല സമീറ. കല്യാണത്തിന് മുമ്പേ വലിയ കമ്പനിയും ഉസ്താദിനോടൊക്കെ ഞാൻ അറിയായിട്ടൊന്നല്ല. ഇത്താത്തങ്ങൾ വേണ്ടാത്തൊന്നും പറയാനിട്ട് ഇവിടെ നിങ്ങാണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കണത്. എന്ത് കാര്യത്തിന്? നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാ? ഒന്നും ഉണ്ടാക്കണില്ലോ, ഞാൻ പോവാണ്. അല്ലേ ഇപ്പോൾ നമ്മളൊന്നിപ്പോൾ കണ്ടുകൂടല്ലോ. അല്ല താത്ത, നിങ്ങൾ ഇനിയിപ്പോൾ എവിടുക്കാ പോകണ്ട്? അവിടെ പോയിട്ട് എന്താടി? എൻ്റെ നാസർ എൻ്റെ ആങ്ങൾക്ക് തീരെ ഒരു ലെവലില്ല. ഓൻ കഞ്ചാവ് അടിച്ച് വന്നുകാണ്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എനിക്ക് ഓനെ തീരെ ഇപ്പോൾ വിശ്വാസമില്ല. നല്ല അടിച്ചാട്ടിയേക്കണ് ഞാൻ. ഓൻ ഇമ്മയും പങ്ങളും ആരും തിരിച്ചറിയണില്ല. അപ്പോൾ ഒരു ജാതൊരു കഥ. ഏതായാലും സമീറത്ത് രക്ഷപ്പെട്ടില്ലേ അവിടുന്ന്? റാഹിലയുടെ വാക്കുകൾ കേട്ട് ഷെറീന പറഞ്ഞു, രക്ഷപ്പെടില്ലേനും വേണ്ടി ഓൻ്റെ ചവിട്ട് കൊണ്ട് മരിച്ചതിനോട് വേണ്ടിയിട്ട് അതേനും വേണ്ടിയത്. നല്ലോ കിട്ടണ്ടീനോൾക്ക്. നല്ല കിട്ടിയിക്കണോ ഓൻ്റെക്കൊന്ന് കുറേ. ഇനിയും കിട്ടണ്ടീനോ. കള്ളുടിച്ച് നിങ്ങൾ തല്ലലല്ലേനോ? ഇനിയും അതിന് വേണ്ടിയിരുന്നു. അപ്പോത്തിന് ഓളുണ്ട് കഴിച്ചിലായി. ഏതായാലും ഉസ്താൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല സുഖം. പോരാത്തിനൊരു ഐഷുമാനും കിട്ടിയിക്കണം, പുത്തൻ വീടും കിട്ടിയിക്കണം. അതിനും വലിയ സുഖം ഇപ്പം എന്താ ഓളെ സുഖം. 2 ഇരട്ട കുട്ടികളങ്ങോട്ട് പെറ്റ് കിടക്കുക. മറ്റോൾ തള്ള ബൂസ്റ്റും ഹോർലിക്സും നാടൻ കോഴിമുട്ടിയും കാടമുട്ടി ലേഹവും കൊണ്ടുപോയി തീറ്റിച്ചുക. എന്താണോളൊരു സുഖമോ. അതിന് ഇങ്ങനെ അസൂയപ്പെടണേ. ഇവിടെ ഐഷുമ്മ പ്രസവിച്ച് കിടക്കണവരെല്ലാവരും അങ്ങനെ നല്ലോണം നോക്കും. അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. താത്ത, നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളി. പിന്നെ ഇനി ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് ഏതുണ്ടാക്കില്ല. ദയവായി എൻ്റെ നിൽക്കണതും കൂടിയും പോകും. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് കയറി വന്നു. അത് റാഹിലയും ഷെറീനയും ഒരുമിച്ച് സംസാരിക്കുന്ന കണ്ട് അവൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി. റബ്ബേ, ഇതിപ്പോൾ എന്താ? ഇതിപ്പോൾ പഴയ പ്ലാനിങ്. റബ്ബേ, എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല. ആ പൊന്നും പണ്ടും സ്വത്തൊന്നും കട്ടുകൊണ്ടുപോയത്. ഇവർ വീണ്ടും ഒത്തൊരുമിച്ചെന്താ? എന്നാൽ ഷമ്മാസ് അവരെ കണ്ട ഭാവം നടിച്ചില്ല. ഷെറീനയുടെ മുഖത്തേക്ക് നോക്കുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല. എന്നാൽ ഷമ്മാസിനെ കണ്ടപ്പോൾ അവരൊന്ന് മാറി. ഉമ്മ,
ആ മോനെ എന്നാ ഓളതാ നുസിത പഴംപൊരി ചുട്ടേക്കണ്, എന്നാ ചായയും അത് കുടിച്ചോ. ഉമ്മ ചായയും കടിയും എടുത്തു കൊടുത്തു. ഉമ്മ ആരോടെ പുറത്ത്? അത് ഇവിടുത്തെ റാഹിലും ഇവിടുത്തെ ഷെറീനല്ലേ, ഇവിടെ നമ്മളെ എന്താ പറയുക ഇവൻ്റെ റഷീദിൻ്റെ പെണ്ണുങ്ങളെ ജമീലാൻ്റെ മരുവോള്. അല്ല അവരിവിടെ ഇല്ലായിരുന്നല്ലോ. ഓള് തെറ്റിപ്പോയിനു, ഇടക്കിടക്ക് ജമീലാനോട് തെറ്റിപ്പോ. ഇപ്പോൾ വന്നിക്കണ്, ഇനിയിപ്പോൾ കൊടുക്കാന്നാവും പോക്ക്. ഉമ്മ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ, ഇന്നാളിപ്പോൾ റായിലെ വന്നപ്പോൾ ഇജ്ജ് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇവള് വന്നപ്പോൾ ഉമ്മ ശ്രദ്ധിക്കണം, അതുകൊണ്ട് തന്നെ പറയുന്നത്. ആ ആയിക്കോട്ടെ, എന്താ എൻ്റെ മനസ്സിൽ? ഒന്നുമില്ലമ്മ, ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ മതിയാവും. പെട്ടെന്നതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. യെസ് യെസ് സാർ, ഓക്കെ, ആ ശരി. ഒരു നിമിഷം ഷമ്മാസ് ആകെ ഞെട്ടിത്തരിച്ചു പോയി. അവൻ ആ പഴംപൊരിയും ചായയും എടുത്തു, ഒന്ന് കുടിച്ചു എന്നല്ലാതെ അവനത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അവൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. മോനെ എന്താടാ ഇവൻ കുടിച്ചൂട്, എനിക്ക് വലിയ ഇഷ്ടമല്ലേനോ. അല്ലെങ്കിൽ ഓനക്ക് വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി ഇഷ്ടം, ഓനക്ക് മറ്റേ പഴംപൊരി ഓനക്ക് ഇഷ്ടമല്ല. അതായത് കടയത്തത്, അതിപ്പോൾ ഒന്നോ രണ്ടൊക്കെ തിന്നാൻ ആയെന്നെ. ഇതെന്ന് വെച്ചാൽ ഓൻ പള്ളർച്ചാണ് തിന്നു. ഓന് നല്ല ഇഷ്ടമാണ് ചൂടോട് കൂടി ഇങ്ങനെ ചുട്ടിടുന്ന പഴംപൊരി. ഇതിപ്പോൾ ഒന്നാളത് തിന്നത് ചെറിയത്, എൻ്റെ കുഞ്ഞെ തിന്നാഞ്ഞത്, കുട്ടി കുറച്ചൊന്നും തിന്നാണേ. ഷമ്മാസിനെ സ്നേഹത്തോടെ ഉമ്മ അത് പറയുമ്പോൾ, ഉമ്മ മതി, ചായ അര ഗ്ലാസ് കുടിച്ചു കാണ്ടോ, അതെങ്കിലും മുഴുവനായിക്ക. എന്നാ ഉമ്മ അവനെ കൊണ്ട് തീറ്റിപ്പിച്ചു. വീണ്ടും ഒരു പഴംപൊരിയുടെ കഷ്ണം അവന് കഴിക്കാൻ കഴിഞ്ഞില്ല, ചായ മുഴുവൻ കഴിച്ചു. ഉമ്മ ഞാൻ കുറച്ചേണ്ട് വന്നിട്ട് കുടിച്ചോളാം. എന്താ മോനെ, ആരെ വിളിച്ചു തന്നെ? ഒന്നുമില്ല, അത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒന്ന് വിളിച്ചതാണ്. ഈ സാറ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലമ്മ, ഞാൻ വരാം. നവാസ്ക്ക് ഇവിടെ? നവാസ് അവിടെ മോൾക്കാണ് പോയി. എന്നാൽ ഈ സമയം നവാസ് അതാ ഫസീലയുടെ അടുത്തായിരുന്നു. ഫസി, പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പോക്കും കൂടെയൊക്കെ വേണ്ടി വരും കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ദിവസം കൊണ്ട്. ഇക്ക ഇനി പോകണോ? ഇക്ക ഉള്ളത് മതി, നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാം കേട്ടോ. നോക്കട്ടെ. എന്നാൽ പെട്ടെന്ന് അതാ നവാസിൻ്റെ ഫോണിലേക്ക് ഷമ്മാസ് വിളിക്കുന്നു. ഇക്ക നിങ്ങളെവിടെ? ഷമ്മനെ ഞാൻ ഇവിടെ ഉണ്ട്, എന്തിറാ ഒന്നും വന്നേ. ഷമ്മാസ് വിളിച്ചപ്പോൾ തന്നെ നവാസ് അതാ പെട്ടെന്ന് താഴേക്ക് വരുന്നു. എന്ത് ഷമ്മോനെ, ഒന്ന് പുറത്തേക്ക് പോവാം. എന്തേ? അവർ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി. അത് ഐഷുമ്മയും എല്ലാവരും അത് കേൾക്കും, അതുകൊണ്ട് തന്നെ. അതായത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, ഇന്ന് തന്നെ കോടതിയിൽ ഇവിടെ ഹാജരാകണം, ജയിലിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. 2 ദിവസത്തെ അത് ഇന്നത്തോടു കൂടി കഴിഞ്ഞു, ഇന്നലെയൊന്നും കിട്ടില്ലേ. അതിന് എക്സ്ട്രാ ക്യാഷ് കൊടുത്തിരുന്നു ഇപ്പോൾ. എന്നാൽ അത് കേട്ടപ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അവൻ്റെ ഹൃദയം ഇടിച്ചു, അവൻ്റെ കൈകാലുകൾ തളർന്നു. ഷാമോനെ? ഇല്ല സാർ, ഇല്ല നവാസ്ക, ഇൻഷാ അള്ളാഹ് റെഡിയാവും. പഠിച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, അതൊക്കെ റെഡി ആയിക്കോളൂ ഇൻഷാ അള്ളാഹ്, വിഷമിക്കണ്ട, നടക്കേ. എന്നാൽ ഷമ്മാസിന് അത് പറഞ്ഞ് അവനോട് എങ്ങനെ പറയുമെന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഉമ്മ വിളിച്ചു, മോനെ ഷമ്മാസേ, എവിടെ കുട്ടി പോയി കിടക്കണത്? ഉമ്മ ഞാനിവിടെ മുറ്റത്തുണ്ട്. എന്താ രണ്ടാൾക്ക് ഏട്ടനും അനിയന്മാർ നല്ല വർത്താനത്തിനാണല്ലോ, എന്താ രണ്ടാൾക്കും കൂടി പണി? രണ്ടാളും വന്ന് കാണി ചായ അടിച്ച് മുഴുവനായിക്കാണി. വരി, ഓൻ ആ ചായ എന്തൊന്നും കുടിച്ചാതാണ് പോയി. നവാസ്ക്ക് വരി, ഉമ്മാരെ സന്തോഷത്തിന്. എങ്ങനെ ഷാമോനെ ഞാൻ കഴിക്കുക? എനിക്ക് കഴിയുന്നില്ലടാ. സാറില്ല, പോയേ മതിയാവും. എന്താ ചെയ്യുക, ഓരോ കെണിയിൽ പെട്ടുപോയില്ലേ. വല്ലാത്തൊരു, എന്താ ഷാമോനെ ഞാൻ ചെയ്യുക? ഇവളെ ഞാൻ എന്ത് ചെയ്യുക? ഇവളെ ഇനിയും കേസും കാര്യങ്ങളായിട്ട് ഒരു പോവും. സാറില്ല, ഇത് നമുക്ക് ഇതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുമോ നോക്കാം. ഷാമോനെ ദയനീയമായി അതാ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നവാസ് നോക്കി. സാരല്ലക്ക, പോരിങ്ങൾ. അങ്ങനെ അതാ ഉമ്മയോട് പറയും, ഉമ്മ ഞങ്ങൾ ഒരുവിടം വരെ പോയിട്ട് വരാം. എവിടുക്കാ? ഇനിയിപ്പോൾ നേരം എവിടേക്കും പോവണ്ട, ഇപ്പോൾ പിടിച്ചൊരു പോക്ക് രണ്ടാക്കും, ഇനി എവിടേക്കും പോവണ്ട, ഇവിടെ എന്നാണ് രണ്ടാളും. അതെ, ഉമ്മ അത് പറയുമ്പോൾ ചെറിയ മക്കളോട് പറയുന്ന പോലെയാണ്. ചെറുപ്പകാലത്ത് പുറത്തേക്ക് കളിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയും, ഈ മുച്ചന്തി മോന്തിക്ക് ഇനിയിപ്പോൾ കളിച്ചാൻ പോകും, ഇങ്ങോട്ട് പോരെ നിങ്ങൾക്ക് നല്ലത്, ഇങ്ങോട്ട് പോന്നാണി രണ്ടാളും. അതുപോലെയാണ് അവർക്ക് തോന്നിയത്. ഉമ്മ എന്ത്? നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നു. എന്നാൽ ഉമ്മ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉമ്മ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഇനി ബിസിനസ്സിന് പോവുകയുള്ള ഇനി മനകുട്ടി പോകുന്നു വേണ്ട, മതി അത്രയൊക്കെ പൈസ മതി.
അനക്ക് ചിലവിന് കയ്യാളും എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കയ്യാളും ചിലവിന് കയ്യാളുള്ളത് ഇന്ന് ഇവിടെ ഉണ്ട്. പുത്തൻ വീട് തറവാട്ടിൽ ഇന്നിപ്പോൾ അതിൻ്റെ ആസ്തിയൊക്കെ ഉണ്ട്. പഠിച്ചോൻ അനുഗ്രഹിച്ചിട്ട്. ഇപ്പോൾ ഇത് ഒരിക്കലും ഇനിയിപ്പോൾ ജൈന് വണ്ടി പോകണ്ട. എനിക്കുള്ളത് എമ്പാടും ഞമ്മക്കുള്ളത് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ആരും പോകണ്ട. എനിക്ക് എൻ്റെ മക്കൾ പോവാന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സൊക്കെ എന്തോരം ഇടങ്ങാറാന്നോ. എന്നാൽ പാവം ഐഷമ്മ അതൊന്നും അറിഞ്ഞില്ല. തൻ്റെ മോനെ ജയിലിലേക്കാണ് വീണ്ടും കൊണ്ടുപോകുന്നത്, പോലീസാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വീണ്ടും കോള്. ഹലോ, അത് ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ നിങ്ങൾ പറഞ്ഞ സ്ഥലം? അല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. അതായത് അതൊരു ഇഷ്യൂ ആവും, കാരണം വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട്. ഓ, എന്നാൽ വേഗം വരും. 5 മിനിറ്റിനുള്ളിൽ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. പ്രതിയെ ഞങ്ങൾ ജീപ്പിലേക്ക് വലിച്ചിട്ട് കൊണ്ടുവരും. ഒരു പോലീസുകാരൻ്റെ ശബ്ദം അങ്ങനെയായിരുന്നു. എന്നാൽ നജീബ് സാർ അതിലില്ലായിരുന്നു. നജീബ് സാർ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു താഴ്മയുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം തന്നെ ഷമ്മാസ് നജീബ് സാറിനെ വിളിച്ചു. ഹലോ, പിന്നെ നവാസ്കയെ കൊണ്ടുപോകാൻ പോലീസ് വിളിച്ചിരുന്നു. എടാ, എന്നാ ഡ്യൂട്ടിന്ന് അതിനൊരു മാറ്റി തന്നെ. അത് അവർ ആ ഒരു കേസന്വേഷണത്തിനൊന്നും വേണ്ടിയിട്ട് എന്നെ അതിൽ വെച്ചേക്കുന്നില്ല. എന്നെ അതിൽ നിന്ന് അവർ മാറ്റി. ശരിക്കും ഷമ്മാസ് ആകെ ടെൻഷനായിപ്പോയി. റബ്ബേ, നജീബ് സാറ് ഒരു വിശ്വസ്തതയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ആ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി വേറെന്തെങ്കിലും വല്ല കളികളും ഉണ്ടോ? അതെ, ആൻ്റണി വക്കീൽ മൂപ്പരൊക്കെ അവരുടെ ആളാണ്. അതായത് കുഞ്ഞിക്കതിയ ഇനി എന്തെങ്കിലും അയാളോട് പറഞ്ഞ് എനിക്കറിയുന്നില്ല. എന്താ എനിക്കറിയുന്നില്ല. ഉമ്മാ, എന്നാൽ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം. ധൃതിയിൽ ഷമ്മാസ് അതാ പോകുന്നു. നവാസ്ക അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക്. ഫസി, ഞാൻ പോയിട്ട് വരാട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഇക്ക് എന്തെത്ര ധൃതി പെട്ടെന്താ പോകുന്നത്? അത് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം, അപ്പോൾ വണ്ടി പോകും. എന്തിക്ക നിങ്ങളിങ്ങനെ പറയുന്നത്? ഞാൻ ശരി എന്നാൽ പോട്ടെ, ശരി, അസ്സലാമലൈക്കും. നേരിയതാ നവാസ് ഇറങ്ങി സൗദയുടെ റൂമിലേക്കും. സൗദ, ഞാനൊരിടം വരെ പോവുകയാണ്, അസ്സലാമലൈക്കും. എന്നാൽ സൗദ സലാം മടക്കുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല. അവൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പാവൻ നവാസ് ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ, മോനെ, ഇനി എവിടേക്കാ എൻ്റെ കുട്ടി പോണത്? ഉമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. എന്നാൽ നവാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ, ഞാൻ പോയിട്ട് വരാം ഉമ്മ. മോനെ, എന്ത് കരയണം എൻ്റെ കുട്ടി? എവിടേക്കാ എൻ്റെ കുട്ടി പോണത്? ഇനി ആ ബിസിനസ്സിന് പോവാണോ? ഐഷുമ്മ വിതുമ്പി കരഞ്ഞു. മോനെ ഷാമോനെ പോലെന്ന് പറയടാ. ഉമ്മ, പോയേ തീരൂ. അപ്പോഴേക്കും അതാ ഷമ്മാസ് കാർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നവാസ് കയറി. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ചു ചുംബിച്ചു അവൻ. പുത്തൻ വീട് തറവാട് നോക്കി. അത് ഉമ്മ കണ്ണീരോടെ നിൽക്കുന്ന ആ ഒരു രംഗം. നവാസ് ആ ഒരു പുത്തൻ വീട് തറവാട്ടിൽ നിന്നും അകന്നകന്ന് പോകുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. അതെ, മക്കളാണെങ്കിൽ പിറകെ ഓടുന്നു. ഉപ്പച്ചി ഞങ്ങളുണ്ട്, ഉപ്പച്ചി ഞങ്ങളുണ്ട്, ഉപ്പച്ചി ഞങ്ങൾ കൊണ്ടുപോപ്പച്ചി, ഉപ്പച്ചി ഞങ്ങളെ കൂട്ടാതെ ഇനി പോവണ്ട, ഞങ്ങൾ ഉപ്പച്ചിയെ വിടൂല. അവർ കാറിൻ്റെ പിന്നാലെയായിട്ട്. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം കാർ നിർത്തി. അതേ, മോൾ ഉപ്പച്ചിയെ പിടിക്കണം, തൊടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. മോനും ഉപ്പച്ചിയുടെ കൂടെ. എന്നാൽ കാറിൻ്റെ ഗ്ലാസുകൾ താഴ്ത്തി. അത് അവർ അവരുടെ ഉപ്പച്ചിയുടെ കൈകൾ പിടിച്ച് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. ഉപ്പച്ചി പോവല്ലോ ഉപ്പച്ചി, ഉപ്പച്ചി പോയി ഞങ്ങൾക്ക് ആരുമില്ല ഉപ്പച്ചി, ഉപ്പച്ചി പോവല്ലോ ഉപ്പച്ചി. എന്നാൽ നവാസിനത് സഹിക്കാൻ കഴിയുന്നില്ല. എന്ന് റബ്ബേ, എന്തിൻ്റെ പേരിലാണ് റബ്ബേ എനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. ഒരു നിമിഷം അവൻ വളരെയധികം സങ്കടത്തോടെ തന്നെ മക്കൾ പോയി കുളിപ്പിച്ച് വരാട്ടോ, ഷമ്മാസ് വണ്ടി എടുക്കള. എന്നാൽ ഷമ്മാസിനെ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. എന്നാൽ ഐഷും ഒരു ഭാഗത്ത്, മക്കൾ പിന്നാലെ. ഫസീല അതാ ജനലിനുള്ളിലൂടെ നോക്കി വിതുമ്പി കരയുന്നു. പുത്തൻ വീട് തറവാട് ആകെപ്പാടെ കണ്ണീരിൽ. നുസൈബാക്കാണെങ്കിൽ അതിലേറെ വിഷമം. മൊത്തത്തിൽ എല്ലാവരും വളരെയധികം വിഷമകരമായൊരു ഘട്ടത്തിലൂടെ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ സൗദ മറന്നിട്ട് പോലും ഒന്ന് എഴുന്നേറ്റ് വരികയോ നോക്കുകയോ ചെയ്തില്ല. അങ്ങനെ അതാ നവാസ് പോകുന്നു വീണ്ടും ജയിലിലേക്ക്. പക്ഷേ പ്രിയപ്പെട്ട ഐഷും അറിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളത്. ഫസീൽ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഉപ്പച്ചിയെ കൊണ്ടുപോവാണ് പോലീസ് എന്നുള്ളത്. അവർ വിതുമ്പിക്കരഞ്ഞു, ഉപ്പച്ചി ഞങ്ങൾ കൊണ്ടുപോ. എന്നാൽ അതാ
ആ കാറ് അകന്നകന്ന് പോയി. ഷമ്മാസ് കരയുകയാണ്, നവാസ് കരയുകയാണ്. അതെ, 5 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തണം. പഠിച്ചവനെ, ഉമ്മയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും പോലീസ് കൊണ്ടുപോകുന്ന ഒരു ഗതി വരുത്തല്ലേ അല്ലാ എന്നതായിരുന്നു ഷമ്മാസിന് പറയുവാനുള്ളത്, പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഹോൺ അടിച്ചുകൊണ്ട് അതാ ഒരു പോലീസ് ജീപ്പ് വരുന്നു. പഠിച്ചോനെ, അതെ, പോലീസ് വണ്ടി കണ്ടപ്പോഴേ ഷമ്മാസിൻ്റെ കാലുകൾ തളർന്നു, കൈകൾ, വായിൽ വെള്ളം മുറ്റി. അതുപോലെ നവാസും. എടാ കണ്ടോ, 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ആയപ്പോഴേക്കും തിരഞ്ഞു വരികയാണ്. ഏതായാലും ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടതും വലിയ ഭാഗ്യം. അങ്ങനെ അതാ നവാസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താടോ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താൻ? എന്താ, ഞങ്ങൾ അവിടെ പോയി പൊക്കി കൊണ്ടുവരണം വിചാരിച്ച് നിൽക്കണം. കയറടാ വണ്ടിയിൽ. അതാണ് ജാമ്യത്തിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ദിവസം എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താ ഇതിന് ഫൈൻ അടക്കണം കുറച്ചുകൂടെ, അല്ലാതെ ശരിയാവില്ല. ശരിക്കും അതാ ആ പോലീസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാളൊരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു ജന്തു നജീബ് സാറായിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്നവന് തോന്നി. സർ, ഞാൻ നിരപരാധിയാണ്, നിരപരാധി, അതുകൊണ്ടല്ലേ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന്. അടക്കങ്ങോട്ട്. നിരപരാധിയാണ് പോലും. അതെ, നവാസിനെ അവർ ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്നു. അതെ, ശരിക്കും ഷമ്മാസിന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ വിതുമ്പിപ്പോയി. റബ്ബേ, എന്താടോ ജ്യേഷ്ഠൻ്റെ കൂടെ എന്തെങ്കിലും പീഡന കേസിന് വരികയാണോ? വീണ്ടും അതാ ഷമ്മാസിന് നേരെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം. സർ, അത് അനാവശ്യം പറയരുത്, ഉള്ളതുള്ളതുപോലെ പറയണം. പോലീസുകാർക്കായാലും സത്യം പറയുന്നത് നല്ലതാണ്. ഒന്ന് പോടാ, എത്രക്കും എന്തൊക്കെ ഇവർ സ്വന്തം ഭാര്യയെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഭാര്യയെ മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ ഉമ്മയെപ്പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? കുഞ്ഞിക്കതിയുടെ മൊഴി ഞങ്ങൾ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. സർ, ശരിക്കും ഞെട്ടിപ്പോയി. അതേടാ, ഇവന് ജാമ്യം ഉണ്ടാവില്ല, കേറടാ അങ്ങോട്ട്. വീണ്ടും അതാ നവാസിനെ ജീപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തിക്കയറ്റി അയാൾ. ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ അല്ലാ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ പുത്തൻവീട് തറവാട്ടിൽ ഐഷുമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആ 2 മക്കളും. ഉമ്മമ്മ കൊണ്ടുപോയി, ഉപ്പച്ചിനെ കൊണ്ടുപോയി. ഷാമോനെ അപ്പോൾ കൊണ്ടുപോയി. എന്തിനെ കൊണ്ടുപോയത്? ഉപ്പച്ചിനെ കൊണ്ടുപോകല്ലേ പറയും, ഉപ്പച്ചിയോട് വരാൻ പറയും. മക്കളെ, ഒരു വന്നോളും. പഠിച്ചോൻ, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഐഷമ്മ കരയുകയായിരുന്നു. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം വീട്ടിലേക്ക് പോകണോ അതോ സ്റ്റേഷനിലേക്ക് പോകണോ കോടതിയിലേക്ക് പോകണോ എന്നറിയുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന്. റബ്ബെ, വീട്ടിലേക്ക് പോയാൽ നവാസ് എവിടെ ഒന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് എന്ത് ഞാൻ ഉത്തരം പറയും? എന്നാൽ എന്തൊക്കെ തന്നെയായാലും അതാ ഷമ്മാസ് നേരെ നജീബ് സാറെ വിളിക്കുന്നു. ഹലോ എടാ, കൊണ്ടുപോയടാ, എൻ്റെ കാക്കയെ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? എനിക്ക് സഹിക്കാൻ കഴിയണില്ലടാ. എൻ്റെ കാക്ക എന്ത് തെറ്റ് ചെയ്തിട്ട്? സാറില്ലടാ, അതൊക്കെ ഓരോ പോലീസുകാരും ഓരോ കളികളുണ്ടാവും ഇവരുടെ ഇടയിലൊക്കെ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷും കൊടുത്തു അതൊക്കെ കൈക്കൂലി കൊടുത്തതാക്കിയാലേ അങ്ങനെയൊക്കെ പല രീതിയിലും ഉണ്ടാവും. അതൊന്നും വിഷയമാക്കണ്ട, അത് സാരല്ല, അതൊക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ലാ. പിന്നെ പല കളികളുണ്ടടാ, ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഉണ്ട്. ഈ ജയിലായാലും പോലീസായാലും വകതൊക്കെ ആയാലും അതിലൊക്കെ എന്തൊക്കെ കള്ളക്കളികൾ ഉണ്ടെന്നോ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. നിരപരാധികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും. നല്ല ഫുൾ തെറ്റ് ചെയ്ത് നടക്കുന്ന ഇഷ്ടംപോലെ അതും ഇതും ചെയ്ത് നടക്കുന്ന ആൾക്കാർ പുറത്ത് വിലസി നടക്കുക. തെറ്റ് ചെയ്യാത്ത പാവങ്ങൾ ശിക്ഷിക്കപ്പെടുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ കാലൊക്കെ ആകെ മാറിയിരിക്കണേ. എന്താ ചെയ്യുക? ശരിക്കും നജീബ് സാറിൻ്റെ അടുത്തേക്ക് തന്നെ അപ്പോൾ നേരെ ഷമ്മാസ് സ്റ്റേഷനിലേക്ക് എത്തി. അല്ല, ആ കേസിനെ കുറിച്ച് എനിക്കിനി അന്വേഷിക്കാൻ എനിക്ക് ഉത്തരവില്ല. അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് വേറൊരുത്തനെ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഞാനും ഇവളും കൂടി അത് സെറ്റാക്കിയതാണ്. ഷഹർബാനും കൂടി സെറ്റാക്കിയതായിരുന്നല്ലോ. ഫയലൊക്കെ എൻ്റെ അടുത്ത് ഭദ്രമായി തന്നെയുണ്ട്. എന്തായാലും സൗദിയുടെ മൊഴി ഞങ്ങൾ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് മാറ്റം വരികയാണെങ്കിലും അതൊക്കെ ശബ്ദരേഖ അടക്കമുണ്ടായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷേ അന്വേഷിക്കാനും അതിനെക്കുറിച്ചുള്ള തെളിവുകൾ നികത്താനും ഞങ്ങൾക്കതിനുള്ളൊരു അവകാശമില്ല. അത് നിഷേധിച്ചിരിക്കുന്നു. വൈകാതെ അത് നേടിയെടുക്കണം. അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നജീബ് സാറ് മുമ്പിൽ അതാ ഷമ്മാസ് പറഞ്ഞു, നജീബ്, എന്താണ് ഞാൻ ചെയ്യുക? എനിക്ക് സമാധാനമില്ലല്ലോ. ഇന്ത്യക്കാരൻ്റെ കാര്യത്തിൽ. സാരില്ലടാ,
എന്തൊക്കെ തന്നെ ശരിയാവും, നോക്ക് നമുക്ക് എവിടെ എത്തും എന്നുള്ളത്. അവർ എത്രമാത്രം ശിക്ഷിക്കും നോക്കാം നമുക്ക്. കാരണം കേസും ഇതൊക്കെ മാറിയത് കൊണ്ടേ അവർ എന്തൊക്കെ മൊഴിയിലും രേഖപ്പെടുത്തിക്കണാവോ. എന്നാൽ ഈ സമയം അതാ ജീപ്പിൽ നിന്ന് നവാസിനോട് പറയുന്നു, സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു, അതിനു പുറമെ ഭാര്യയുടെ അനിയത്തി, ഭാര്യയുടെ അമ്മ, എന്താടാ ഇത്? നീയൊക്കെ ആണാണോ? നീയൊക്കെ മരുമകനാണോ? സ്വന്തം അമ്മായിയമ്മയെ വരെ. എന്നാൽ അത് കേട്ട് നവാസ് ഞെട്ടി. സർ, എന്ത് നിങ്ങളീ പറയുന്നത്? ഞാൻ ആരെയും നിനക്കൊക്കെ എന്തിൻ്റെ കേടാ? എത്ര ഭാര്യമാരാടാ നിനക്ക്? എനിക്ക് രണ്ട് ഭാര്യമാർ ഓൾറെഡി. പിന്നെ പോരാത്തത് നിനക്ക് ഭാര്യമാരല്ലാത്തവരെ. എന്തിൻ്റെ കേടാണ് നിനക്ക്? അടിച്ച് പരത്താൻ നിനക്ക് 2 കാലിൽ നിന്ന് നടക്കാൻ സമ്മതിക്കരുത്. നിന്നെ കാലുകൾ ഒടിച്ചിട്ട് റോട്ടിലൂടെ ഇഴയണം നീ, അതാണ് വേണ്ടത്. അങ്ങനെയുള്ള വികൃതിമായ ഓരോ പീഡനങ്ങൾക്ക് വേണ്ടിയിട്ട്. സർ, ഞാനൊന്നും ചെയ്തിട്ടുണ്ടെന്ന് ആരും പറയില്ല. എല്ലാ കുറ്റവാളികളും പറയുന്ന അതേ കേസ് ഇതന്നെയാണ്. എന്നാൽ ശരിക്കും നവാസിനെ പഴയതിനേക്കാൾ ക്രൂരമായൊരു ശിക്ഷയാണോ നടപ്പിലാക്കുന്നത് എന്നറിയുന്നില്ല. അവൻ രണ്ടും കൽപ്പിച്ചു. അല്ലാ റബ്ബേ, പഠിച്ചോനെ, ഇതിനേക്കാൾ നല്ല എനിക്ക് മരണമാണ് റബ്ബേ. എനിക്ക് മരണം ഹൈറാണെങ്കിൽ നീ ഈമാനോട് കൂടി മരണം കൊണ്ടല്ല പഠിച്ചോനെ. എനിക്ക് ജീവിതം ഒരു പക്ഷേ ഇപ്പോൾ ഹൈറല്ലായിരിക്കാം, മരണമാണ് ഹൈറെങ്കിലല്ല എനിക്ക് നീ ഈമാനോട് കൂടിയുള്ള മരണം നൽകല്ല. കാരണം ആ ജീപ്പിൽ നിന്ന് ആ പോലീസുകാർ അവൻ അത്രമാത്രം തിന്നുന്നുണ്ടായിരുന്നു, അത്രമാത്രം ഇടങ്ങാറാക്കുന്നുണ്ടായിരുന്നു. എടാ, ഇതൊക്കെ ഇതാ ഫോട്ടോ എടുത്ത് പോസ്റ്ററടാ, അല്ലാതെ ഇവനൊന്നും പഠിക്കൂല. സർ, ഞാൻ ഒന്നും അങ്ങനെ ആയാലോ? പെട്ടെന്ന് തന്നെ അതാ നവാസിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അവർ ജീപ്പിൽ കൊണ്ടുപോകുന്നത്. ഇതടക്കം കൊടുക്കണം നാളത്തെ ന്യൂസ് പേപ്പറിൽ. ഇവരിവിടുത്തെ വലിയ പുത്തൻ വീട് തറവാട്ടുകാരോ എന്തൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. വലിയ ദാനശീലർ, ഇതാണ് വേണ്ടത്. ഇങ്ങനത്തെ പ്രതികളെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ട് നാറ്റിക്കണം. സർ, ദയവായി ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്തൊക്കെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് അതങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ തന്നെ നവാസിനെ പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്കിടുന്നതും ചുറ്റുഭാഗത്തുമായി പോലീസ് നിൽക്കുന്നതും കയ്യിൽ ആമം വെച്ച് കൊണ്ടുപോകുന്നതും അതാ ആ ക്രൂരനായ പോലീസുകാരൻ തന്നെ അതാ ഫോട്ടോ എടുക്കുന്നു. ഇത് മതി, യെസ്, ബെസ്റ്റ്. പുത്തൻ വീട് തറവാട്ടിലെ പീഡനക്കാരൻ, ഭാര്യയുടെ അനിയത്തിയെയും ഉമ്മയെയും ഒരുമിച്ച് പീഡിപ്പിച്ച ആ മഹാൻ ഇതാണ്. അതുപോലെ ക്യാപ്ഷൻ തലക്കെട്ട്. എന്നാൽ നവാസ്, സർ അരുത്, എന്നെ അപമാനിക്കരുത്. എന്ത് അപമാനം? നീ ചെയ്യുന്ന അപമാനമൊന്നുമില്ലായിരുന്നു അല്ലേ? എന്തിനാടാ വയസ്സായ തള്ളയൊക്കെ? ഒരു 10-25 വയസ്സുണ്ടാവില്ലേ ഇനി? അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നീ? സാർ എന്താ പറയുന്നത്? ഞാൻ ഒരിക്കൽ പോലും അറിയാത്ത കാര്യമാണ് നിങ്ങളീ പറയുന്നത്. എനിക്ക് ആലോചിക്കാൻ കൂടി. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ളവരെ ഞാനെങ്ങനെ? ഉമ്മ, നീ വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും. എൻ്റെ ഉമ്മ എന്തോ പെങ്ങളെന്നോ തിരിച്ചറിയാതെ അങ്ങോട്ട് മേഞ്ഞിട്ടുണ്ടാവും. ഒന്ന് പോടാ. എടാ, ഫോട്ടോ നാളെ എല്ലാ ന്യൂസ് പേപ്പറിലും കൊടുത്തേ മതിയാവൂ. അറിയട്ടെ പുത്തൻ വീട് തറവാടിൻ്റെ ഒരു മഹിമ. അവിടെ എടുത്തിട്ടുണ്ടല്ലോ ഒരു ഷമ്മാസ് എന്ന് പേരുള്ള, എന്താ അവൻ ദാനശീലൻ, എല്ലാവർക്കും പരോപകാരി. എന്തൊക്കെയാണ് നാട്ടിലുള്ള അവൻ്റെ ഇമേജ്. ആ ഇമേജ് അങ്ങോട്ട് തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മനസ്സിലായല്ലോ? എന്നാൽ നവാസിന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അല്ലാ റബ്ബേ, ഞാൻ നിരപരാധിയാണ്. അല്ലാ നീ എല്ലാം അറിയുന്നവരല്ലേ അല്ലാ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് നജീബ് സാറെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. എന്നാൽ ഷമ്മാസ് നേരെ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു, അവൻ മുഹ്സിൻ തങ്ങളുടെ അരികിലേക്കായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.